ഉയരം കൂടിയ കെട്ടിടങ്ങൾ ആകാശത്തേക്ക് എത്തി തെരുവുകളിൽ ജീവൻ വയ്ക്കുന്ന ബാംഗ്ലൂരുവിലെ തിരക്കേറിയ നഗരത്തിൽ അരുൺ എന്ന ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു. സാഹസിക മനോഭാവത്തിനും തകർക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തിനും പേരുകേട്ടയാളായിരുന്നു അരുൺ. അവൻ്റെ സുഹൃത്തുക്കൾ അവനെ കഴുകൻ എന്ന് വിളിച്ചു. കാരണം അവൻ എപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾക്ക് മുകളിൽ ഉയരുന്നതായി തോന്നി. എന്നാൽ അരുണിന് ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. അവസരങ്ങൾ കുറവായിരുന്നു. സ്വപ്നങ്ങൾ പലപ്പോഴും വിദൂരമായി തോന്നുന്ന ഒരു എളിമയുള്ള അയൽപ്പക്കത്താണ് അവൻ വളർന്നത്. അവൻ്റെ മാതാപിതാക്കൾ അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഠിനാധ്വാനം ചെയ്തു. അവനിൽ സഹിഷ്ണുതയുടെയും സ്ഥിരോത്സാഹത്തിൻ്റെയും മൂല്യങ്ങൾ വളർത്തി. ചെറുപ്പം മുതലേ തൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരുമെന്ന് അരുണിനെ അറിയാമായിരുന്നു. ഒരു വലിയ ബിസിനസ്സുകാരനാകുക എന്നതായിരുന്നു അരുണിൻ്റെ സ്വപ്നം. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സമൂഹത്തെ ശാക്തീകരിക്കുകയും അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് അദ്ദേഹം വിഭാവനം ചെയ്തു. എന്നാൽ കോളേജിൽ നിന്ന് ബിരുദം നേടി ബിസിനസ് ലോകത്തേക്ക് പ്രവേശിച്ചപ്പോൾ വിജയം താൻ വിചാരിച്ചതുപോലെ എളുപ്പമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭം ഒരു ചെറിയ ടെക് സ്റ്റാർട്ടപ്പ് ആളുകളെ ആകർഷിക്കാൻ പാടുപെട്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും കമ്പനിക്ക് തിരിച്ചടികൾ നേരിട്ടു. സാങ്കേതിക പ്രശ്നങ്ങൾ, ഫണ്ടിംഗ് വെല്ലുവിളികൾ, കടുത്ത മത്സരം. അരുൺ തൻ്റെ ഹൃദയവും ആത്മാവും ബിസിനസ്സിലേക്ക് പകർന്നു. രാത്രിയും വൈകിയും വാരാന്ത്യങ്ങളിലും ജോലി ചെയ്തു. പക്ഷെ അവൻ എത്ര കഠിനമായി പരിശ്രമിക്കും തോറും കൂടുതൽ തടസ്സങ്ങൾ പ്രത്യക്ഷപ്പെട്ടതായി തോന്നി. ഒരു സായാഹ്നത്തിൽ അരുൺ തൻ്റെ ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോൾ തോൽവി അനുഭവപ്പെട്ടു. കവിത എന്ന വിജയകരമായ ഒരു സംരംഭകയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കോൾ ലഭിച്ചു. അവൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ അവൾ എപ്പോഴും അരുണിനെ പ്രോത്സാഹിപ്പിക്കുകയും അവന് ജ്ഞാനത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും ഉറവിടമായി മാറുകയും ചെയ്തു. അരുൺ കവിത പറഞ്ഞു, "നീ എന്നെ കഴുകനെ ഓർമ്മിപ്പിക്കുന്നു. കഴുകനെ അദ്വിതീയമാക്കിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?" ബന്ധത്തെക്കുറിച്ചുള്ള ആകാംക്ഷയോടെ അരുൺ തലയാട്ടി. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കഴുകന് സവിശേഷമായ ഒരു മാർഗമുണ്ട്. കവിത വിശദീകരിച്ചു. ഒരു കൊടുങ്കാറ്റ് ആസന്നമാകുമ്പോൾ മിക്ക പക്ഷികളും അഭയം തേടുകയോ പറന്നു പോകുകയോ ചെയ്യുന്നു. എന്നാൽ കഴുകൻ അത് നേരിട്ട് കൊടുങ്കാറ്റിലേക്ക് പറക്കുന്നു. അത് കാറ്റിനെ ഉപയോഗിച്ച് ഉയരം നേടുന്നു, മേഘങ്ങൾക്ക് മുകളിൽ കുതിക്കുന്നു. മറ്റു പക്ഷികളെ നിലംപരിശാക്കുന്ന കൊടുങ്കാറ്റ് കഴുകനെ ഉയർത്തുന്നു. കൊടുങ്കാറ്റിലൂടെ പറന്നുയരുന്ന കഴുകൻ്റെ ശക്തമായ ചിത്രം സങ്കല്പിക്കുമ്പോൾ അരുൺ ശ്രദ്ധയോടെ നോക്കി. കവിത തുടർന്നു. വിജയത്തിൻ്റെ താക്കോൽ അരുൺ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ സ്വീകരിക്കുക എന്നതാണ്. വളരാനും പഠിക്കാനും ഉയരാനുമുള്ള അവസരങ്ങളായി അവ ഉപയോഗിക്കുക. നിങ്ങൾ പരാജയങ്ങൾ നേരിടുമ്പോൾ അവയിൽ നിന്ന് ഓടിപ്പോകരുത്, അവയെ അഭിമുഖീകരിക്കുക. തുടർന്ന് നിങ്ങളുടെ ചിറകുകൾ നിങ്ങൾ സ്വയം കണ്ടെത്തും. അടുത്ത ദിവസം അരുൺ ഉണർന്നത് ഒരു പുതിയ ലക്ഷ്യബോധത്തോടെയാണ്. കവിതയുടെ ഉപദേശം ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും കഴുകൻ്റെ മാനസികാവസ്ഥ സ്വീകരിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. പരാജയത്തെ ഭയക്കാതെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി അദ്ദേഹം അതിനെ സ്വീകരിക്കും. അദ്ദേഹം തൻ്റെ സ്റ്റാർട്ടപ്പ് പുനഃക്രമീകരിച്ചു. തനിക്ക് പ്രാധാന്യമുള്ള അടിസ്ഥാന മൂല്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നവീകരണം, സമൂഹം, പ്രതിരോധശേഷി എന്നിവ പുനഃസ്ഥാപിച്ചു. അരുണിൻ്റെ യാത്ര അത്ര സുഗമമായിരുന്നില്ല. അയാൾക്ക് കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. നിക്ഷേപകർ പിന്മാറിയവരും കരാറുകൾ റദ്ദാക്കിയ ഇടപാടുകാരും മറ്റു അവസരങ്ങൾക്കായി പോയ ടീമംഗങ്ങളും. എന്നാൽ ഓരോ വെല്ലുവിളിയിലും അരുണൻ കഴുകനെയും കൊടുങ്കാറ്റിനെ ഉപയോഗിച്ച് ഉയരത്തിൽ പറക്കാനുള്ള അതിൻ്റെ കഴിവിനെയും ഓർത്തു. ഓരോ തിരിച്ചടിയും പഠിക്കാനും പൊരുത്തപ്പെടാനും വളരാനുമുള്ള അവസരമായാണ് അദ്ദേഹം കണ്ടത്. സാവധാനം എന്നാൽ ഉറപ്പായും അരുണിൻ്റെ സ്റ്റാർട്ടപ്പ് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ നൂതന ആശയങ്ങൾ വ്യവസായ പ്രമുഖരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ ടീമിനെ പ്രചോദിപ്പിച്ചു. സമൂഹത്തിലെ ആളുകൾക്ക് തൊഴിലവസരങ്ങളും ഉയർച്ചയും സൃഷ്ടിച്ചുകൊണ്ട് കമ്പനി വളർന്നു. അരുണിൻ്റെ മനക്കരുത്ത് ഫലം കണ്ടു. അവനിനി മറ്റൊരു വ്യവസായി മാത്രമായിരുന്നില്ല,
കഴുകൻ്റെ മാനസികാവസ്ഥയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാന ബിസിനസ് കോൺഫറൻസിൻ്റെ വേദിയിൽ അരുൺ നിന്നു. അഭിലാഷമുള്ള സംരംഭകരുമായി തൻ്റെ കഥ പങ്കിട്ടു. താൻ നേരിട്ട കൊടുങ്കാറ്റിനെക്കുറിച്ചും വഴിയിൽ താൻ പഠിച്ച പാഠങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. വെല്ലുവിളികളെ സ്വീകരിക്കുകയും അവ ഉപയോഗിച്ച് മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ് കഴുകൻ്റെ മാനസികാവസ്ഥ. അദ്ദേഹം സദസ്സിനോട് പറഞ്ഞു, പരാജയങ്ങളെ പരാജയങ്ങളായി കാണരുത്, മറിച്ച് വളരാനുള്ള അവസരങ്ങളായി കാണുന്നു. നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്തും നേടാനാകും. വെല്ലുവിളികൾ ഒഴിവാക്കുന്നതിലല്ല, ധൈര്യത്തോടെയും മനക്കരുത്തോടെയും നേരിടുകയാണ് വിജയം എന്ന് കാണിച്ച് അരുണിൻ്റെ കഥ പലർക്കും പ്രചോദനമായി. കഴുകൻ്റെ മാനസികാവസ്ഥ കൊണ്ട് ആർക്കും പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനും ജീവിതത്തിൽ വിജയികളാകാൻ കഴിയുമെന്ന് അദ്ദേഹത്തിൻ്റെ യാത്ര തെളിയിച്ചു. If you love to watch this video, you can like, share and subscribe.